പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. വചനവുമായി വീണ്ടും വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മുടെ കുടുംബ യൂണിറ്റ് മീറ്റിംഗൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് വൈകുന്നേരം വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ സാധാരണ ഒത്തുകൂടാറുള്ള പെരിയാറിൻ്റെ തീരത്ത് വാചകം അടിക്കാനായിട്ടൊക്കെ അങ്ങനെ പഴയ കുറേ സുഹൃത്തുക്കളൊക്കെ വരും. അവിടെ പോയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുമൊക്കെ പോയി അവസാനം 2-3 പേർ മാത്രം അവിടെ അവശേഷിച്ചു. അപ്പോൾ ഒരു എളിയ സഹോദരൻ അവിടെയുണ്ട്. അദ്ദേഹം വളരെ നിരാശനായി കാണപ്പെട്ടു. അപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപത റോമൻ സിറിയൻ ചർച്ചിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ പറ്റിയൊക്കെ പുള്ളി വളരെ ദുഃഖിതനും പ്രകോപിതനുമൊക്കെയായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളപ്പോൾ അതിനകത്ത് പറയുന്നു, രാഷ്ട്രീയം മതത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു, നമ്മുടെ സഭ നശിച്ചു പോകും, രാഷ്ട്രീയക്കാരാണ് അവിടെ കയറി നിരങ്ങുന്നത്. അപ്പോൾ ഞാനും പറയുന്നുണ്ട്, മതാധ്യക്ഷന്മാരാണ് രാഷ്ട്രീയ നേതാക്കളെ വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും. അപ്പോൾ ഇത് ഇസ് എ 2-way തിങ്. എന്തൊക്കെയായാലും വിശ്വാസിയുടെ ജീവിതം ബുദ്ധിമുട്ടിലാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ്റെ യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇവനിങ്ങനെ പറയുന്നു, ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഗ്രൂപ്പ് ഇങ്ങനെ ഇരുന്നിട്ടും കാര്യമൊന്നുമില്ല, ക്രിസ്തുവിൻ്റെ സിദ്ധാന്തങ്ങൾക്കൊന്നും ഇനി കാര്യമില്ല, ഒരു കാരണത്തെ അടിക്കുന്നവനെ തിരിച്ചടിച്ചോളണം, മറ്റേ കാരണമൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ചവിട്ടിക്കൂട്ടി മൂലയിലിടും എന്നൊക്കെ പറഞ്ഞ് ഈ സഹോദരൻ അങ്ങനെ പ്രകോപിതനായി സംസാരിക്കുകയാണ്. പുള്ളിയുടെ വിഷമം ഒരു സാധാരണ നിഷ്കളങ്കനായ ക്രിസ്തു അനുയായിയുടെ വിഷമം. ഞാൻ അപ്പോൾ പുള്ളിയോട് പറഞ്ഞു, ഇന്നത്തെ സാഹചര്യത്തിലാണ് യഥാർത്ഥ ക്രിസ്തു വചനങ്ങളുടെ പ്രസക്തി. നമ്മുടെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞും തല്ലുകൂടിയും വാദിച്ചും വിധിച്ചും തീർക്കേണ്ട ഒന്നല്ല. ഇതിനേക്കാളൊക്കെ വളരെ ശ്രേഷ്ഠമാണ് നമ്മുടെ ജീവിതം. നമ്മൾ കുറച്ചുകൂടെ ഇതൊക്കെ ലോകത്തിൻ്റെ രീതികളാണെന്ന് മനസ്സിലാക്കി നമ്മുടെ അബാപിതാവ് പുരോഹിത വർഗത്തിനെ അതിവർ ചോദ്യം ചെയ്തതുകൊണ്ടാണ്, ആ സമയത്തെ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്തതുകൊണ്ടാണ് യഹൂദ പ്രമാണിമാർ അവനെ കുരിശിലേറ്റിയത്. ആ കുരിശിലേറ്റിയ ക്രിസ്തുവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഇതൊന്നും യാതൊരു വിഷയവുമല്ല. ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവുമാണ് നമുക്ക് വലുത്. അല്ലാണ്ട് ആര് ചെയ്യുന്നതാണ് ശരി, ആര് ചെയ്യുന്നതാണ് തെറ്റ് എന്നൊക്കെ വിധിച്ച് കളയേണ്ടതല്ല നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടും പുള്ളിക്ക് അത് കൺവിൻസിങ് ആയിട്ടില്ല. കാരണം എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ക്രിസ്തുവിൻ്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനെ ഈ വക അനീതികളൊന്നും ബാധിക്കുകയില്ല. ഇവിടെ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം യാക്കോബ് 4 11 സഹോദരനെ വിധിക്കരുത്. സഹോദരരെ, നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത്. സഹോദരനെതിരായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ
നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു. നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം അനുസരിക്കുന്നവനല്ല, മറിച്ച് അതിൻ്റെ വിധികർത്താവത്രേ. നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനേയുള്ളൂ. അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ്. എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ്? നിയമദാതാവായി ഒരുവനേയുള്ളൂ. അവൻ വിധിക്കാനും ശിക്ഷിക്കാനും രക്ഷിക്കാനും കഴിവുള്ളവനാണ്. എന്നാൽ കേവലം വളരെയധികം കുറവുകളുള്ള മനുഷ്യനായ നീ അന്യരെ വിധിക്കാൻ നീ ആരാണ്? ആദ്യം സ്വന്തം കണ്ണിലെ തടിക്കഷ്ണങ്ങൾ എടുത്തു മാറ്റുക. അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുത്തു കളയുവാനുള്ള കാഴ്ച നിനക്ക് ലഭിക്കും. അപ്പോൾ ഈ ഇങ്ങനെ പ്രക്ഷുബ്ധമായ പകപോക്കലുകളുടെയും വൈരാഗ്യത്തിൻ്റെയും അഹന്തതയുടെയും വീമ്പിളക്കലുകളുടെയും ഗ്രൂപ്പ് ചേർന്നുള്ള വഴക്കുകളുടെയും ഒക്കെ ഇടയിൽ ക്രിസ്തു പറഞ്ഞ വചനങ്ങളുടെ പ്രസക്തി ഏറ്റവും കൂടുതലാണ്. നമ്മൾ ആരെയും വിധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വയം വിധികർത്താക്കളായാൽ മതി. ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മൾ നിരപരാധികളാണോ? ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മുടെ മനസാക്ഷി എങ്ങനെയുണ്ട്? ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്കനുസരിച്ചാണോ നമ്മുടെ ജീവിതം? യഥാർത്ഥ ക്രിസ്തു അനുയായികൾ ഒരു മൂന്നാം ചേരിയായി ചിന്തിക്കണം. ക്രിസ്തുപക്ഷം. ക്രിസ്തുവിൻ്റെ വചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അണുവിട വിടാതെ നമ്മുടെ മാംസം വചനത്തെ ധരിക്കട്ടെ. ഈ ഒരു തുറവിയിലേക്ക്, ഈ ഒരു സമാധാനത്തിലേക്ക്, ഈ ഒരു പ്രത്യാശയിലേക്ക് കർത്താവ് നമ്മളെല്ലാവരെയും നയിക്കട്ടെ. ഒരു കാര്യം നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. നമ്മുടെ ദൈവം ക്രിസ്തുവാണ്. പുരോഹിതന്മാരോ ഗ്രൂപ്പുകളോ കേവലം നശ്വരനായ മറ്റു മനുഷ്യരോ ഒന്നുമല്ല. നമ്മുടെ ദൈവം ആബാ പിതാവാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ നമുക്ക് സമാധാനത്തിലും സ്നേഹത്തിലും ഐശ്വര്യത്തിലും വർദ്ധിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.